morning dear students. This is our new numbers second class. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോട്ട്സിൽ ഒരു 2-3 എക്സസൈസ് തന്നായിരുന്നു. അതിൽ ഒരു എക്സസൈസ് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി ഒരു 1-2 നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് കിട്ടിയില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഇപ്പൊ ഒന്ന് പറയുന്നുണ്ട്. അതുപോലെ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയൊന്ന് പഠിച്ചത് നമുക്കൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിയാലോ. √2 വാല്യൂ എത്രയായിരുന്നു പഠിച്ചത്? 1.414. അതുപോലെ √3 വാല്യൂ പഠിച്ചു 1.73. പിന്നെ അതിന്റെ ഇടയിൽ ഞാൻ 2 എക്സസൈസ് തന്നായിരുന്നു. ഏരിയ കണ്ടുപിടിക്കാനായിട്ട് 3 സ്ക്വയർ മീറ്ററിന്റെ ഏരിയ കണ്ടുപിടിക്കാനും അതുപോലെ 4 സ്ക്വയർ മീറ്ററിന്റെ ഏരിയ കണ്ടുപിടിക്കാനും. അത് കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കുകയാണ്. ഇനി ആ നോട്ടിൽ തന്നിരിക്കുന്ന 2 എക്സസൈസ് ഞാനിപ്പോ ഒന്ന് ഡിസ്കസ് ചെയ്യാം. A square is drawn on the altitude of an equilateral triangle of side 2 meters. What is the area of the square? What is the altitude of the triangle? Page number 49 ഒന്ന് എടുക്കുക. അതിൽ എല്ലാവരും എടുത്തിട്ട് അതിന്റെ ആ ഫിഗർ ഒന്ന് നോക്കി നോക്കുന്നത് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. ഞാൻ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വരയ്ക്കാതെ. ഓക്കെ, ഇതൊരു ഇക്വിലാറ്ററൽ, ഈ ഒരു ട്രയാങ്കിൾ മാത്രം കൺസിഡർ ചെയ്യുക. അവർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അതായത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അതിന് ഈക്വൽ ആംഗിൾസും ഈക്വൽ സൈഡ്സും ആയിരിക്കും. അപ്പൊ ഇവിടെ 2 മീറ്റർ ആണ് തന്നിരിക്കുന്നതെങ്കിൽ ഈ ഒരു ഇത്രയും ഭാഗം ഉണ്ടാവല്ലോ, ഇത് എത്രയായിരിക്കും? 2 മീറ്റർ. അതുപോലെ ഈ ഒരു സൈഡ് എത്രയായിരിക്കും? 2 മീറ്റർ ആയിരിക്കും. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ സ്ക്വയർ ഉണ്ടല്ലോ, ഈ സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ടാണ്. നമുക്കറിയാം ഏരിയ ഓഫ് സ്ക്വയർ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്താണ്? എ സ്ക്വയർ ആണ് അല്ലെ? എ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഈ ഒരു സൈഡ് നമ്മൾ കണ്ടുപിടിക്കണം. എ സ്ക്വയറിന്റെ ഈ ഒരു ഏരിയ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ഈ ഒരു സൈഡ് തന്നിട്ടുണ്ട്, ഈ ഒരു സൈഡ് 2 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. നമുക്ക് ഈ ഏതൊരു പോർഷൻ മാത്രം കണ്ടുപിടിച്ചാൽ മതി, ഇത്ര മാത്രം മതി. അപ്പൊ ഇതൊരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് നമ്മളിവിടെ ഒരു പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ എന്താവും? ഈക്വൽ ആയിട്ട് ബൈസെക്ട് ചെയ്യും. ഈക്വൽ ആയിട്ട് ബൈസെക്ട് ചെയ്യുന്ന പറഞ്ഞാൽ എന്താണ്? ഇവിടെ 2 മീറ്റർ ആണ് ടോട്ടല്. അപ്പൊ നമ്മൾ ഈ ട്രയാങ്കിളിനെ എടുത്തിട്ട് ഇവിടെ നിന്ന് ഒരു പെർപെൻഡിക്കുലർ വരച്ചപ്പോൾ ഇവിടെ എത്രയാവും? ഇത് 1 മീറ്ററും ഇത് 1 മീറ്ററും. കാരണം ഇക്വലാറ്ററൽ ട്രയാങ്കിൾ അല്ലേ? അപ്പൊ ഇത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 1 മീറ്റർ ആയിരിക്കും, ഇവിടെ 1 മീറ്റർ ആയിരിക്കും. ഇത് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഏരിയ ഓഫ് സ്ക്വയർ ആണ്. ഏരിയ ഓഫ് സ്ക്വയർ കണ്ടുപിടിക്കണമെങ്കിൽ ഈ സൈഡ് കണ്ടുപിടിക്കണം. ഇതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? ഈ സൈഡ് പൈത്തഗോറസ് തിയറം വെച്ച് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ഈ ഒരു സൈഡ് എന്താണ്? ഇതാണ് ഇതിന്റെ ഹൈപ്പോട്ന്യൂസ്, ഇതാണ് ഇതിന്റെ ബേസ്, ഇതെന്താണ്? ഇതിന്റെ ഓൾട്ടിറ്റ്യൂഡും ആണ് അല്ലെ? ഹൈപ്പോട്ന്യൂസ് എപ്പോഴും എന്തായിരിക്കും? ഈ പെർപെൻഡിക്കുലറിന്റെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കില്ലേ? ഇതാണ് അപ്പൊ ഇതിന്റെ ഓൾട്ടിറ്റ്യൂഡ്. അപ്പൊ എങ്ങനെയായിരിക്കും ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ? ഇക്വേഷൻ നമുക്ക് ഓർമ്മയുണ്ടോ? ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. അപ്പൊ ഇവിടുത്തെ ഹൈപ്പോട്ന്യൂസ് എന്താണ്? 2 സ്ക്വയർ. 2 സ്ക്വയർ മൈനസ് ബേസ് എന്താണ്? 1 സ്ക്വയർ. ദാറ്റ് ഈസ് 4 മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 3. അപ്പൊ നമുക്കിവിടെ 3 കിട്ടിയത് ഈ സൈഡാണോ? 3 കിട്ടിയത് ഇവിടെ അല്ല, ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ് 3 കിട്ടിയത്. നമുക്ക് ഒരു സൈഡല്ല നമുക്ക് 3 എന്ന് പറഞ്ഞ് കിട്ടിയിരിക്കുന്നത്, ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ് കിട്ടിയത്. അപ്പൊ നമുക്ക് ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. എന്ത് ചെയ്യണം? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പോലെ ഓൾട്ടിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ഈ സ്ക്വയറിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പൊ എന്തായി മാറി? √3 ആയി മാറി. ഓക്കെ, അപ്പൊ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നമുക്ക് സൈഡ് കിട്ടി √3 ആണ്. ഓക്കെ, ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നുമില്ല, നമുക്കിവിടെ ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയറിന്റെ ഇക്വേഷൻ നേരത്തെ പഠിച്ചതാണ്. ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ ചെയ്തു. അപ്പൊ നമുക്ക് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 3 കിട്ടി. അപ്പൊ ഈ 3 കൊണ്ടായിട്ട് നമുക്ക് ഇവിടെ എഴുതാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? ഇത് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ്. ഓക്കെ, നമുക്ക് ഓൾട്ടിറ്റ്യൂഡ് തന്നെയാണ് വേണ്ടത്. അപ്പൊ എന്ത് ചെയ്യുന്നു? ഓൾട്ടിറ്റ്യൂഡ് ഇസ് ഈക്വൽ ടു സ്ക്വയറിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ √3 ആയി മാറി. ഓക്കെ, അപ്പൊ ഇനി ഏരിയ ഓഫ് സ്ക്വയർ കണ്ടുപിടിച്ചൂടെ? ഏരിയ ഓഫ് സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കാം? ഏരിയ ഓഫ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ ആണല്ലോ ഏരിയയുടെ ഇക്വേഷൻ. ഏരിയ ഓഫ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഒരു സൈഡിൽ കിട്ടി. അപ്പൊ ഇവിടെ എന്തായിരിക്കും? √3 ഇങ്ങനെ എത്തില്ലേ വരിക? അപ്പം √3 into √3 ദാറ്റ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ √3 into √3 എന്ന് പറയുമ്പോൾ √3 into 3 ചെയ്യാം. അപ്പൊ 9 ദാറ്റ് ഇസ് ഈക്വൽ ടു 3. ഓക്കെ, നോക്കിയായോ? ഇത്രയുള്ളൂ. അപ്പൊ ഏരിയ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3
സ്ക്വയർ മീറ്റർ. ഓക്കെ, 3 സ്ക്വയർ മീറ്റർ ആണ് ഏരിയ സ്ക്വയർ. ഓക്കെ, ഇനി പേജ് നമ്പർ 49 തന്നെ അതിന്റെ തേർഡ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി നോക്ക്. ഇങ്ങനെ തന്നിട്ടുണ്ട് 60 ഡിഗ്രി തന്നിട്ടുണ്ട്, 30 ഡിഗ്രി തന്നിട്ടുണ്ട്, 2 മീറ്റർ തന്നിട്ടുണ്ട്. ഇതിന്റെ അതർ സൈഡ്സ് ഓഫ് ദി ട്രയാങ്കിൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സൈഡും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? സം ഓഫ് ഇന്റീരിയർ ആംഗിൾ, ട്രയാങ്കിളിന്റെ ഇന്റീരിയർ ആംഗിൾസ് എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും അല്ലെ? അത് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് 60 30 തന്നിട്ടുണ്ട്. അപ്പൊ 60 പ്ലസ് 30 എത്രയാണ്? 90. അങ്ങനെയാണെങ്കിൽ ഇവിടെ 90 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 180 മൈനസ് 90 ദാറ്റ് ഈസ് ഈക്വൽ ടു 90. അപ്പൊ ഈ സൈഡ് എന്ത് കിട്ടി? നമുക്ക് 90 ഡിഗ്രി കിട്ടി. ഓക്കെ, ഇത് നിങ്ങൾ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇവിടെ 60 ആണ്, 30 ആണ്. അപ്പൊ 90 കിട്ടി. അപ്പൊ 180ൽ നിന്ന് 90 മൈനസ് ചെയ്തപ്പോൾ ഈ സൈഡ് എന്ത് കിട്ടി? 19 ആണ് കിട്ടി. അപ്പൊ ഈ 3 ആംഗിൾസ് കിട്ടി നമുക്ക്. ഇനി 3 ആംഗിൾസ് കിട്ടി. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ 2 സൈഡ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. നിങ്ങൾ ഇത് പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. 13:, ആംഗിൾ ഇങ്ങനെ വന്നു ഒരു ട്രയാങ്കിളിന്റെ 30:60:90. ഇങ്ങനെയാണെങ്കിൽ ആ ട്രയാങ്കിളിന്റെ സൈഡ്സിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:√3:2 എന്ന് പറഞ്ഞിട്ടാണ്. ഇത് അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ആംഗിൾസ് നമുക്ക് 30:60:90 ആയിരിക്കും. അപ്പൊ ഇതിന്റെ സൈഡ്സിന്റെ റേഷ്യോ എങ്ങനെയായിരിക്കും? 1:√3:2. ഓക്കെ, അപ്പൊ 90ന്റെ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓൾറെഡി 2 മീറ്റേഴ്സ് ആണെന്നുള്ളത്. അപ്പൊ ഇവിടത്തേക്ക് റേഷ്യോ എന്തായിരിക്കും? 60ന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? √3. 30യുടെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? 1. ഓക്കെ, 30യുടെ ഓപ്പോസിറ്റ് 1. 1:√3:2. അപ്പൊ ഈ സൈഡ് എന്ത് കിട്ടി? √3 ന്നും ഈ സൈഡ് എന്ത് കിട്ടി? 1 കിട്ടി. അതുപോലെ തന്നെ ഇപ്പൊ ഒരു 45 ഡിഗ്രി ഈ റേഷ്യോ ആയിട്ട് വേറെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെ? 45:45:90 ഇങ്ങനെ വന്നാണ് എങ്ങനെ പഠിച്ചത്? √2 ഇങ്ങനെയാണ് നിങ്ങൾ റേഷ്യോ പഠിച്ചിട്ടുള്ളത്. ഇത് രണ്ടൊന്നും കാണാതെ പഠിച്ചു വെക്കുക. അപ്പൊ ഇങ്ങനത്തെ സൈഡ്സ് ആംഗിൾസ് വന്നു കഴിഞ്ഞാൽ നമുക്കിത് യൂസ് ചെയ്തിട്ട് ആ സൈഡ്സ് കണ്ടുപിടിക്കാം. ഈ സൈഡ് കണ്ടുപിടിച്ച് മനസ്സിലായില്ലേ? ഓക്കെ, ഇനി പേജ് നമ്പർ 49 തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഡ്രോ സ്ക്വയേഴ്സ് ഓഫ് ഏരിയ 7 and 11 സ്ക്വയർ സെന്റിമീറ്റർ ആണ്. ഏരിയ 7ഉം അതുപോലെ തന്നെ ഏരിയ 11ഉം വരുന്ന 11 സ്ക്വയർ സെന്റിമീറ്റർ വരുന്ന 2 സ്ക്വയേഴ്സ് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതെങ്ങനെ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓഡ് നമ്പേഴ്സിനെ 2 പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ ഡിഫറൻസ് ആയിട്ട് എഴുതാന്ന്. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മൾ 2 സ്ക്വയർ എടുത്തു. ഫസ്റ്റ് നമ്മൾ 2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ എടുത്തു. അപ്പൊ 2 സ്ക്വയർ എത്രയാണ്? 4 - 1 = 3. കണ്ടോ? ഇതുപോലെ നമുക്ക് ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ ഡിഫറൻസിനെ നമുക്ക് ഓഡ് നമ്പേഴ്സിനെ നമുക്ക് പെർഫെക്റ്റ് സ്ക്വയറിന്റെ ഡിഫറൻസ് ആയിട്ട് എഴുതാതെ. ഇതിനല്ലേ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറയാം. 1 സ്ക്വയർ 2 സ്ക്വയർ 3 സ്ക്വയർ അങ്ങനെയുള്ളത്. അതുപോലെ ഈ 7നെ നമുക്ക് ഇതുപോലെ ഡിഫറൻസിൽ കിട്ടണം. അപ്പൊ നമുക്ക് ഓരോ നമ്പേഴ്സ് കൊടുത്തു നോക്കാം. അതുപോലെ 11നെയും ഇതുപോലെ കിട്ടണം. എന്നിട്ടാണ് നമ്മൾ ഏരിയ വെച്ചിട്ട് ഈ ഒരു ഏരിയ വെച്ചിട്ട് നമുക്ക് ഒരു സ്ക്വയർ വരയ്ക്കണം. അപ്പൊ ഫസ്റ്റ് 2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ ചെയ്തപ്പോ 3 ആണ് കിട്ടിയത്. നെക്സ്റ്റ് ചെയ്തെടുക്കാം 3 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ നോക്കാം. അപ്പൊ ഇതൊരു 9 - 4 = 5. നെക്സ്റ്റ് ഏതാണ്? 4 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ. 4 സ്ക്വയർ എത്രയാണ്? 16 മൈനസ് 9 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് വരിക? 7 വരും. ഓക്കെ, അപ്പൊ 60 മൈനസ് 9 = 7 എന്ന് വന്നു. അപ്പൊ നമുക്ക് കിട്ടേണ്ടത് കിട്ടിയില്ലേ? ഏരിയ. ഈ ഏരിയ വെച്ചിട്ടാണ് നമ്മൾക്ക് വരയ്ക്കേണ്ടത്. അപ്പൊ പെർഫെക്റ്റ് സ്ക്വയറിന്റെ ഡിഫറൻസിൽ നമുക്ക് 7 കിട്ടി. ഇത് വെച്ചിട്ട് ഇനി നമുക്ക് എങ്ങനെ സ്ക്വയർ വരയ്ക്കാൻ നോക്കാം. ഫസ്റ്റ് എന്ത് ചെയ്യണം? ഈ 4 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ എന്നാണ് എടുത്തിരിക്കുന്നത്. സാധാരണ നമ്മൾ പൈത്തഗോറസ് തിയറത്തിലൊക്കെ പഠിച്ചിട്ടുള്ളത് ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ മൈനസ് അല്ലെങ്കിൽ ബേസ് സ്ക്വയർ = എന്താണ്? ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ടാണ് പഠിച്ചത്. ഇവിടെ മൈനസ് അല്ലേ വരുന്നത്. അതുകൊണ്ട് ഈ 4 എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മൾ വരയ്ക്കാൻ പോകുന്ന ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ന്യൂസ് ആയിരിക്കും.
3 എന്ന് പറയുന്നത് അതിന്റെ ബേസ് ആയിരിക്കും. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ട്രയാങ്കിൾ വരയ്ക്കണം, എന്നിട്ടാണ് നമ്മൾ ഈ ഏരിയ 7 ഉള്ള സ്ക്വയർ വരയ്ക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഇത് ഇങ്ങനെ അല്ലാണ്ട് ഇക്വേഷൻ വേറെ ഇതിലും പഠിച്ചിട്ടുണ്ട്. എങ്ങനെയായിരിക്കും? ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ മൈനസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ. ഇതിൽ ഏത് ഇക്വേഷൻ വേണേലും നമുക്ക് ഇപ്പൊ എടുക്കാം കേട്ടോ. ഇത് വേണേലും എടുക്കാം, ഇത് വേണേലും എടുക്കാം. ഞാൻ തൽക്കാലം ഇത് എടുക്കുകയാണ്. ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ മൈനസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ എന്നുള്ളത്. അപ്പൊ ഇവിടുത്തെ ഹൈപ്പോട്ന്യൂസ് എന്തായി മാറി? 4ഉം ആൾട്ടിറ്റ്യൂഡ് എന്തായി മാറി? 3യുമായിട്ട് മാറി. ഓക്കെ, അപ്പൊ ഇത് വെച്ചിട്ട് ഒരു ട്രയാങ്കിൾ നമ്മൾ ഫസ്റ്റ് കൺസ്ട്രക്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ആൾട്ടിറ്റ്യൂഡ് 3 ആയിട്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? നമ്മുടെ സ്കെയിൽ എടുത്തു, അല്ലെങ്കിൽ വേണ്ട കോമ്പസ് എടുക്കുന്നു. അതിൽ 3 സെന്റിമീറ്റർ എടുത്തിട്ട് ഇവിടെ മാർക്ക് ചെയ്യും. ഓക്കെ, അപ്പൊ 3 സെന്റിമീറ്റർ വരച്ചു. ഇവിടെ തൽക്കാലം ഇങ്ങനെ ഒരു സ്കെയിൽ വെച്ചൊരു ലൈൻ വരച്ചോളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കോമ്പസിൽ ഇവിടെ പോയിന്റ് വെച്ചിട്ട് ഒരു 3 സെന്റിമീറ്റർ ഇങ്ങോട്ട് വരയ്ക്കുന്നു. നെക്സ്റ്റ് എന്ത് ചെയ്യുന്നു? ഹൈപ്പോട്ന്യൂസ് നമുക്ക് എത്രയാണ് വേണ്ടത്? 4 ആണ് വേണ്ടത് അല്ലെ? അപ്പൊ ഇവിടെ കോമ്പസ് വെക്കുക, സ്കെയിൽ 4 സെന്റിമീറ്റർ എടുക്കുക. അപ്പൊ നമുക്ക് ഇതാ ഇവിടെയൊക്കെ ആയിട്ട് 4 കിട്ടിയെന്ന് വിചാരിക്കുക. എന്നിട്ട് ഇവിടെ 4 സെന്റിമീറ്റർ വരയ്ക്കുക. അപ്പൊ നമുക്ക് ഹൈപ്പോട്ന്യൂസ് 4 സെന്റിമീറ്റർ കിട്ടി, ആൾട്ടിറ്റ്യൂഡ് എന്താണ്? 3 കിട്ടി. ഇനി നമ്മുടെ ഇവിടുത്തെ എന്താണ് ബേസ്? എന്താണ് ബേസ് സ്ക്വയർ? എന്താണ് ബേസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 7 ആണ് കിടക്കുന്നത് അല്ലെ? ബേസ് സ്ക്വയർ ആണ് 7. അങ്ങനെയാണെങ്കിൽ ബേസ് എന്തായിരിക്കും? √7 ആയിരിക്കും. ഓക്കെ, അപ്പൊ 3 സെന്റിമീറ്റർ 4 ഓക്കെ, അപ്പൊ 3 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ √7 കിട്ടി. ഇത് ക്ലിയർ ആയോ? അതായത് നമ്മളിപ്പോ ഈ ഫസ്റ്റ് നമുക്ക് കിട്ടിയത് 4 സ്ക്വയർ പെർഫെക്റ്റ് സ്ക്വയർ ഡിഫറൻസ് ആയിട്ട് നമ്മൾ എഴുതി. 4 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ ഇസ് ഈക്വൽ ടു 7 എഴുതി. അപ്പോൾ നമ്മൾ ഇവിടെ മൈനസ് തന്നപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെയാണെന്ന് മനസ്സിലായി. കാരണം എപ്പോഴും നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഇക്വേഷൻ അല്ലേ വരിക. മറ്റേ ഇക്വേഷൻ നമ്മൾ എങ്ങനെ പഠിച്ചിട്ടുള്ളത്? ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ എന്നാണ്. ഈ ഇക്വേഷൻ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുമോ? കാരണം ഇവിടെ പ്ലസ് ആണ്. മൈനസ് വരുമ്പോ ഈ ഇക്വേഷനോ അല്ലെങ്കിൽ ഈ ഇക്വേഷനോ നമ്മൾ ഉപയോഗിക്കുന്നത് ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, അല്ലെങ്കിൽ ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ മൈനസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ. ഇതിൽ ഇഷ്ടമുള്ളത് എടുക്കാം. ഞാനിത് എടുത്തു. അങ്ങനെ ആവുമ്പോൾ എന്തായി മാറി? ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ എന്ന് പറയുന്നത് എന്തായി? 4 സ്ക്വയർ ആയി. ഓക്കെ, ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 സ്ക്വയർ ആയി. അപ്പൊ ഹൈപ്പോട്ന്യൂസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 4 ആയിരിക്കും. കാരണം ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ ആണ് 4 സ്ക്വയർ. അപ്പൊ ഹൈപ്പോട്ന്യൂസ് 4ഉം ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ 3 സ്ക്വയർ ആണ്. അപ്പൊ ആൾട്ടിറ്റ്യൂഡ് 3. അതുപോലെ ബേസ് സ്ക്വയർ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? 7 ആണ്. ഓക്കെ, ബേസ് സ്ക്വയർ 7 ആണെന്ന് പറയുകയാണെങ്കിൽ ഇവിടെ കൊണ്ടുപോയിട്ട് 7 എഴുതാൻ പറ്റുമോ നമുക്ക്? ബേസ് എന്ന് പറഞ്ഞാൽ 7 ആണെന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റുമോ? ഇല്ല, കാരണം ബേസ് സ്ക്വയർ ആണ് 7. അപ്പൊ ബേസ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ബേസ് ഇസ് ഈക്വൽ ടു, ഇവിടെ സ്ക്വയർ വന്നാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബേസ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? √7. അപ്പൊ ഈ സൈഡ് എന്ത് കിട്ടി? √7. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഒരു 3 സെന്റിമീറ്റർ വെച്ച് കോമ്പസ് വെച്ച് വരച്ച് ഇവിടെ ഒരു 4 സെന്റിമീറ്റർ വരയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ √7 കിട്ടും. √7 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏരിയ 7 കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, വരയ്ക്കാൻ പറ്റും. കാരണം എന്താണ്? ഏരിയ ഓഫ് സ്ക്വയറിന്റെ ഇക്വേഷൻ എന്താണ്? എ സ്ക്വയർ ആണ് അല്ലെ? എ സ്ക്വയർ ഇസ് ഈക്വൽ ടു എത്ര ഏരിയ ഉള്ളതാ വേണ്ട നമുക്ക്? 7. എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 7 എന്നുള്ള സ്ക്വയർ നമുക്ക് വരയ്ക്കണ്ടേ അല്ലെ? അപ്പം എ എന്ന് പറയുന്നത് എത്ര കിട്ടി നമുക്ക്? √7 എന്ന് പറഞ്ഞ് കിട്ടി. കണ്ടോ? അപ്പൊ സൈഡ് കിട്ടിയില്ലേ? √7 കിട്ടി. ഇനി സുഖമായിട്ട് വരച്ചൂടെ നിങ്ങൾക്ക്? കോമ്പസ് എടുക്കുക, √7 അല്ലെങ്കിൽ കോമ്പസ് എടുത്തിട്ട് ഇത് അല്ലെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് മെഷർ ചെയ്യുക, സ്കെയിലിൽ മെഷർ ചെയ്യുക, അല്ലെങ്കിൽ കോമ്പസിൽ നിന്ന് എടുത്തിട്ട് ഇത് ഇത്രയും കറക്റ്റ് മെഷർമെന്റ് കോമ്പസിൽ എടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ കോമ്പസ് ഇവിടെ പോയിന്റ് ചെയ്തിട്ട് ഇവിടെ ഒന്ന് വരയ്ക്കുക, ഇവിടെ കോമ്പസ് വയ്ക്കുക. ഇത് എത്രയാണ് മെഷർമെന്റ് നോക്കിയിട്ട് അത് ഇവിടെ ഒന്ന് വരയ്ക്കുക, ഇങ്ങനെ വരയ്ക്കുക. അപ്പൊ ഇവിടെയൊക്കെ എന്ത് കിട്ടും? √7 അങ്ങനെ മൊത്തം സൈഡ് √7 ഉള്ളത്. അപ്പൊ ഇതിന്റെ ഏരിയ എത്രയായിരിക്കും ഈ സ്ക്വയറിന്റെ? എ സ്ക്വയർ ഇസ് ഈക്വൽ ടു √7 ഇൻറ്റു √7. അങ്ങനെ ഏരിയ ഓഫ് സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യാം. √7 ഇൻറ്റു √7 എത്രയാവും? 7 ഇൻറ്റു 7. അത് നിങ്ങളിപ്പോ പഠിച്ചത് 7 ഇൻറ്റു 7 ആദ്യം ചെയ്യാം. 49 ഇസ് ഈക്വൽ ടു 7. നേരത്തെ ഞാൻ പറഞ്ഞത് എന്താണ്? √7 ഇൻറ്റു √7 ഇസ് ഈക്വൽ ടു √49 ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി നമുക്ക്? പെർഫെക്റ്റ് സ്ക്വയർ അല്ലേ 49. അപ്പൊ എന്ത് കിട്ടി? 7 എന്ന് പറഞ്ഞ് കിട്ടിയായിരുന്നു അല്ലെ? ഇനിയിപ്പോ ഞാൻ ചോദിക്കുക, √7
ഇൻറ്റു 7 എന്ന് പറഞ്ഞു വന്നു. ഇങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെ എഴുതുമോ √49? ഇങ്ങനെ ഒരിക്കലും എഴുതാൻ പാടില്ല. √49 ഒരിക്കലും എഴുതാൻ പാടില്ല, അത് തെറ്റും. കാരണം എന്താ, ഇവിടെ രണ്ടിനും റൂട്ടിന്റെ മാത്രമേ √49 എഴുതാൻ പാടുള്ളൂ. ഓക്കെ, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ √49 എഴുതി വെക്കരുത്. രണ്ട് സൈഡിൽ റൂട്ടിന്റെ മാത്രമേ നമുക്ക് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് റൂട്ട് മേളിൽ എഴുതി വെക്കാൻ പറ്റുള്ളൂ. അത് ജസ്റ്റ് അറിഞ്ഞു വെക്കുക. ബാക്കി നമ്മൾ ഈ ചാപ്റ്ററിൽ തന്നെ ഡിസ്കസ് ചെയ്യും. ഇനി നെക്സ്റ്റ് എന്താ പറഞ്ഞത്, ഏരിയ ഓഫ് സ്ക്വയർ എത്ര വരണം? ഏരിയ ഓഫ് സ്ക്വയർ എത്രയാണ്? 11 സ്ക്വയർ സെന്റിമീറ്റർ വരുന്ന രീതിയിൽ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നേരത്തെ നമ്മൾ 7ന്റെ വരച്ചത്, അതുപോലെ തന്നെ 11ന്റെ. അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, നേരത്തെ പോലെ ഡിഫറൻസ് കാണണം. നമ്മൾ നേരത്തെ എവിടെ വരെ കണ്ടുവച്ചു? 4 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ ചെയ്തപ്പോ എന്താ കിട്ടിയ? 16 മൈനസ് 9 is equal to 7 കിട്ടിയായിരുന്നു. ഈ നെക്സ്റ്റ് എന്ത് ചെയ്തു? 5 സ്ക്വയർ മൈനസ് 4 സ്ക്വയർ ചെയ്യുന്നു. അപ്പൊ എന്ത് കിട്ടും? 25 മൈനസ് 8. 25 മൈനസ് 8 എത്ര വരും? അപ്പൊ ഞാൻ നേരത്തെ 25 മൈനസ് 8 എന്നാണ് എഴുതിയത്, അത് മിസ്റ്റേക്ക് ആണ്. 25 മൈനസ് 16 ആണ്. 25 മൈനസ് 16 എന്ന് പറയുമ്പോൾ എന്ത് വരും? എത്ര വരും? 9 വരും. ഓക്കെ, നെക്സ്റ്റ് എന്ത് വരും? 6 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ ഇസ് ഈക്വൽ ടു 36 മൈനസ് 25 ഇസ് ഈക്വൽ ടു എത്ര വരും? ഇത് നിങ്ങൾക്ക് ഗസ് ചെയ്തൂടെ? ഇവിടെ 7, 9 ഓഡ് നമ്പേഴ്സിന്റെ ഡിഫറൻസ് ആയിട്ടാ വരും നമ്മള്. അപ്പൊ നെക്സ്റ്റ് ഏതായിരിക്കും? 11. അപ്പൊ നമുക്ക് കിട്ടിയോ? ഇവിടെ നേരത്തെ അതേപോലെ തന്നെ എടുക്കുക. എങ്ങനെ? ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ മൈനസ് എന്തെങ്കിലും എടുക്കുക, ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയറിനോ ബേസ് സ്ക്വയറിനോ എന്തെങ്കിലും എടുക്കുക. ഇപ്പൊ ഇവിടെ വേണം നമുക്ക് ബേസ് എടുക്കാം. നേരത്തെ ഇക്വേഷൻ മാറ്റിയിട്ട് ഇസ് ഈക്വൽ ടു ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എടുത്തു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹൈപ്പോട്ന്യൂസ് എന്തായിരിക്കും വരിക? ഹൈപ്പോട്ന്യൂസ് 6 വരുന്നു, ബേസ് എന്ത് വരുന്നു? 5 വരുന്നു. ഓക്കെ, ഇനി ഓൾട്ടിറ്റ്യൂഡ് എന്താണ് വരുന്നത്? ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്താ വരുന്നത്? 11. അപ്പൊ ഓൾട്ടിറ്റ്യൂഡ് എന്തായിരിക്കും വരിക? √11 അല്ലെ? അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ പോലെ തന്നെ സ്കെയിലില് ജസ്റ്റ് ഒരു ലൈൻ ഇവിടെ കൊടുക്കുക. കോമ്പസില് ഇതിപ്പോ നമ്മള് ചേഞ്ച് ചെയ്തല്ലോ. ബേസ് ആണ് ഇപ്പം എത്ര എടുത്തേക്ക് നമ്മൾ 5 എടുത്തിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഒരു കോമ്പസിൽ 5 സെന്റിമീറ്റർ എടുത്തിട്ട്, അല്ലെങ്കിൽ വേണ്ട സ്കെയിലിൽ ജസ്റ്റ് 5 സെന്റിമീറ്റർ എടുത്തിട്ട് ഇവിടെ ഒന്ന് വരയ്ക്കുന്നു. ഓക്കെ, ഇവിടെ 5 സെന്റിമീറ്റർ കിട്ടി. ഈ നെക്സ്റ്റ് എന്താ? നമ്മുടെ ഹൈപ്പോട്ന്യൂസ് ആണ് എന്ത്? 6 വരുന്നത്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? ഓക്കെ, ഇനി നമ്മളൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുക ജസ്റ്റ്. കാരണം √11ന്റെ വാല്യൂ നമുക്ക് അറിയില്ല, കോമ്പസിൽ എടുക്കാൻ പറ്റില്ല, ഒന്നും പറ്റില്ല. അപ്പൊ ജസ്റ്റ് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. ഓക്കെ, നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അല്ലേ വേണ്ടേ? ജസ്റ്റ് ഇങ്ങനെ ലൈൻ വരച്ചു വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? കോമ്പസ് ഇവിടെ പോയിന്റ് ചെയ്യുക. പോയിന്റ് ചെയ്തിട്ട് എത്ര എടുക്കണം? ഇതില് നമ്മുടെ ഹൈപ്പോട്ന്യൂസ് എത്രയാണ്? 6 അല്ലേ? ജസ്റ്റ് പോയിന്റ് ചെയ്യുക. അപ്പൊ 6 നമുക്ക് ഏകദേശം ഇവിടെ കിട്ടുമെന്ന് വിചാരിക്കുക. ജസ്റ്റ് ഇത് ജോയിൻ ചെയ്യിക്കുക, 6 കിട്ടും. അപ്പൊ ഇവിടെ എന്തായി മാറും? ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ജസ്റ്റ് നോക്കിയത് √11ന്റെ വാല്യൂ കറക്റ്റ് അറിയണമെങ്കിൽ ജസ്റ്റ് കാൽക്കുലേറ്ററിൽ ഒന്ന് എടുത്ത് അടിച്ചു നോക്കാം. നമുക്ക് സ്കൂളിൽ ഉപയോഗിക്കാൻ പറ്റില്ല, ജസ്റ്റ് ഒന്ന് എടുത്ത് അടിച്ചു നോക്ക്. അതായിരിക്കും നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടാവും മെഷർമെന്റ്. ഓക്കെ, അപ്പൊ ഇവിടെ √11 കിട്ടിയോ? ഇവിടെ 5 വെച്ചു, ഇവിടെ 6 വെച്ച് കോമ്പസ് വെച്ച് വരച്ചു. അപ്പൊ ഇവിടെ നമുക്ക് √11 കിട്ടി. ഇനി നമുക്ക് സ്ക്വയർ വരച്ചൂടെ? നമ്മുടെ ഏരിയ എത്രയാണ്? 11 ആണ്. 11 സ്ക്വയർ സെന്റിമീറ്റർ ആണ്. ഓക്കെ, അതിന്റെ ഏരിയ വരയ്ക്കാം. ഏരിയ ഓഫ് സ്ക്വയർ എന്ന് പറയുന്നത് എ സ്ക്വയർ ആണ്. എ സ്ക്വയർ എന്താ നമുക്ക് കിട്ടേണ്ടത്? 11 ആണ് കിട്ടേണ്ടത് അല്ലെ? അപ്പൊ എ ഇസ് ഈക്വൽ ടു എന്തായി? √11 കിട്ടി, സൈഡ് കിട്ടി. ഇനി എന്ത് ചെയ്താൽ മതി? കോമ്പസിൽ ഇതുപോലെ ഇങ്ങനെ മെഷർ ചെയ്യാം. ഈ ഒരു ലെങ്ത് മെഷർ ചെയ്യുന്നു. എന്നിട്ട് ജസ്റ്റ് ഇത് ഇവിടെ കോമ്പസ് വെക്കുന്നു. ഇവിടെ കോമ്പസ് വെച്ചിട്ട് ഇവിടെ എത്ര മെഷർ ചെയ്തോ അത് കൊണ്ടുപോയിട്ട് ഇവിടെ വരയ്ക്കുക. ഓക്കെ, ഇവിടെ വരച്ചു, ഇവിടെ കോമ്പസ് വെക്കുക, ജസ്റ്റ് ഇവിടെ വരയ്ക്കുക, ലൈൻസ് കിട്ടുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ എത്രയായിരിക്കും? √11, ഇവിടെ √11. അങ്ങനെ നമുക്ക് ഒരു ട്രയാങ്കിൾ ഫസ്റ്റ് വരച്ച് ഈ സ്ക്വയർ വരച്ചു. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം, ഫോർത്ത് പ്രോബ്ലം. അതിൽ നോക്കിയേ, എക്സ്പ്ലെയിൻ 2 ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് ഡ്രോയിങ് എ സ്ക്വയർ ഓഫ് ഏരിയ 13 സ്ക്വയർ സെന്റിമീറ്റർ. അപ്പൊ 13 സ്ക്വയർ സെന്റിമീറ്ററിന് എങ്ങനെ ചെയ്യാം? നേരത്തെ പെർഫെക്റ്റ് സ്ക്വയറിന് നമ്മൾ ഇപ്പൊ 11 വരെ കിട്ടിയായിരുന്നു. നമ്മൾ എന്ത് ചെയ്തപ്പോൾ 6 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ ചെയ്തപ്പോൾ 11 കിട്ടി. നെക്സ്റ്റ് 13 ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എത്ര കിട്ടും? 7 സ്ക്വയർ മൈനസ് 6 സ്ക്വയർ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 13 കിട്ടും. എന്നിട്ട് നിങ്ങൾ നേരത്തെ ചെയ്ത പോലെ ഒന്ന് ചെയ്യാൻ പറ്റുമോ? അത് ചെയ്ത് നോക്കുക. അവര് പറഞ്ഞ 2 മെത്തേഡിൽ എക്സ്പ്ലെയിൻ ചെയ്യാനാ. ഒരു മെത്തേഡ് ഇങ്ങനെ ഈ 7 സ്ക്വയർ മൈനസ് 6 സ്ക്വയറിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ 7 എടുക്കുക, 6 ചെയ്യാം. വേറെ മെത്തേഡിലും ഈ 13 ഏരിയ വരുന്ന ഒരു സ്ക്വയർ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്ത് നോക്കാം.
ഈ പെർഫെക്റ്റ് സ്ക്വയേഴ്സിനെ ആഡ് ചെയ്യുമ്പോൾ 13 കിട്ടുന്നുണ്ടോ നോക്കാം. അപ്പൊ വേറൊരു മെത്തേഡ് ആയില്ലേ. അപ്പൊ ഫസ്റ്റ് എന്തെടുക്കും നമുക്ക് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ ചെയ്യുന്നു. അപ്പൊ 1 പ്ലസ് 4 ഈക്വൽ ടു എത്രയായി 5. നെക്സ്റ്റ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ 4 പ്ലസ് 9. 4 പ്ലസ് 9 എത്രയായി മാറും? ഓക്കെ 13 വരും. അപ്പൊ നമുക്ക് എത്ര 13 കിട്ടണം. അപ്പൊ 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ എന്തായി 13 കിട്ടി. അപ്പൊ രണ്ടാമത്തെ മെത്തേഡ് ആയില്ലേ. ഫസ്റ്റ് മെത്തേഡ് എന്ത് ചെയ്യുന്നു? ഇത് ഞാൻ ഇനി ചെയ്യുന്നില്ല കേട്ടോ. 7 സ്ക്വയർ ബൈ 6 സ്ക്വയർ 13 ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഇതിപ്പോ നോക്കി 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ ഈക്വൽ ടു 13 സ്ക്വയർ കിട്ടി. ഇവിടെ നമുക്ക് പ്ലസ് നേരത്തെ മൈനസ് ആയിരുന്നു. അപ്പോഴാണ് നമ്മൾ മറ്റേ ഇക്വേഷൻ ബേസ് ചെയ്ത് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ ബേസ് ചെയ്ത് ഇവിടെ പ്ലസ് ആണ് വരുന്നത്. അപ്പൊ ഏതായിരിക്കും യൂസ് ചെയ്യാം? ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ആയിരിക്കും അല്ലെ. പ്ലസ് വരുമ്പോ ഈ ഇക്വേഷൻ അല്ലേ ഉള്ളൂ. ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് അല്ലെ ഞാൻ തിരിച്ചും പറയാം ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. ഇതിൽ ഏത് വേണമെങ്കിലും എടുക്കാം. ഞാൻ ഇതെടുക്കുന്നു. ഓക്കെ. അപ്പൊ ഓൾട്ടിറ്റ്യൂഡ് എന്തായി മാറി? ഇവിടെ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് 2, ബേസ് എന്ന് പറയുന്നത് 3. അപ്പൊ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇവിടെ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ആണ് 13. അപ്പൊ ഹൈപ്പോട്ടന്യൂസ് എന്തായിരിക്കും? ഇനി ഞാനിത് വീണ്ടും പറയില്ലേ. ഹൈപ്പോട്ടന്യൂസ് എന്തായിരിക്കും? √13 ആയിരിക്കും. ഓക്കെ. അപ്പൊ ജസ്റ്റ് ഒന്ന് വരയ്ക്കും. ഓൾട്ടിറ്റ്യൂഡ് ബേസ് എന്തായിരിക്കും? ഫസ്റ്റ് സ്കെയിൽ എടുക്കുന്നു. ബേസ് ജസ്റ്റ് ഒന്ന് വരയ്ക്കുന്നു 3 സെന്റിമീറ്റർ. നെക്സ്റ്റ് എന്ത് ചെയ്യുന്നു? ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. വരച്ചിട്ട് ഓൾട്ടിറ്റ്യൂഡ് ആണ് 2. ഇതല്ലേ ഓൾട്ടിറ്റ്യൂഡ്? ഈ ഒരു ഭാഗം കോമ്പസ് എടുക്കുന്നു. സ്കെയിൽ നോക്കുന്നു. 2 സെന്റിമീറ്റർ എവിടെയാണോ അവിടെ നിന്ന് മാർക്ക് ചെയ്യുന്നു. ഓക്കെ. ഇത് 2 സെന്റിമീറ്റർ. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യുന്നു? ഇവിടെ കോമ്പസ് വെക്കുന്നു. സോറി, ഇനി കോമ്പസ് വെക്കണ്ട. ഇവിടെ 3 സെന്റിമീറ്റർ കിട്ടി. ഇവിടെ 2 സെന്റിമീറ്റർ കിട്ടി. ഇനി ഈ രണ്ട് ലൈൻസ് എന്ത് ചെയ്താൽ മതി? ജോയിൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? √13 കിട്ടും. ഓക്കെ. ഈ സൈഡിൽ √13 കിട്ടി. ഇനി നേരത്തെ പോലെ തന്നെ ജസ്റ്റ് കോമ്പസ് ഇവിടെ വെക്കുക. ഇതിപ്പോ ഞാൻ ഇവിടെ വരയ്ക്കാൻ എനിക്ക് സ്പേസ് ഇല്ല. ജസ്റ്റ് ഇങ്ങോട്ടേക്ക് നേരത്തെ പോലെ തന്നെ ഇവിടെ ലൈൻസ് ഇടുക. ഇവിടെ ലൈൻസ് ഇടുക. ഇത് ജോയിൻ ചെയ്യിക്കുക. അപ്പൊ ഇവിടെ നമുക്ക് √13 എന്നുള്ള സ്ക്വയർ കിട്ടും. ഓക്കെ. ഓക്കെ. നെക്സ്റ്റ് പ്രോബ്ലം. ഫൈൻഡ് 3 ഫ്രാക്ഷൻസ് ലാർജർ ദാൻ √2 ആൻഡ് ലെസ് ദാൻ 3. ഒരു 3 ഫ്രാക്ഷൻസ് കണ്ടുപിടിക്കാനാണ്. √2ന്റെ √3ന്റെ ഇടയിൽ കിടക്കുന്ന ഒരു 3 ഫ്രാക്ഷൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അപ്പൊ √2 √3. √2ന്റെ വാല്യൂ എത്രയാണ്? 1.414. √3ന്റെ വാല്യൂ എത്രയാണ്? 1.73. എത്രയാണ് വരുന്നത്? 1.73. ജസ്റ്റ് 1.73. √2 1.414. √3 1.732. ഇതിന്റെ രണ്ടിന്റെ ഇടയിലുള്ള ഫ്രാക്ഷൻസ് പറയാനാണ് പറഞ്ഞത്. അപ്പം ഏതെങ്കിലും ഇഷ്ടം പോലെ ഫ്രാക്ഷൻസ് ഉണ്ടാവും ഇതിന്റെ ഇടയിൽ. ഇപ്പൊ ഒരെണ്ണം എന്ന് പറഞ്ഞു നോക്കി 1.5 എടുക്കുന്നു നമ്മള്. ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോമിൽ ഇരിക്കുന്നല്ലേ 1/2 1/3 അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഓരോന്നിനാണ് ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 1.4ഉം ഇവിടെ 1.7 ആണ്. അപ്പൊ ഇതിന്റെ ഇടയിൽ നിന്ന് നമുക്ക് 1.5 എടുക്കാം. 1.6 എടുത്തൂടെ? 1.65 എടുത്തൂടെ? ഇതൊക്കെ എന്താണ്? ഡെസിമൽ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതിനെ ഫ്രാക്ഷൻ ആയിട്ട് എഴുതിയാൽ പോരെ. ഇതൊക്കെ ഈ √2ന്റെ √3ന്റെ ഇടയിൽ കിടക്കുന്നതല്ലേ. കാരണം ഇത് 1.4 ആണ്, ഇത് 1.7 ആണ്. അപ്പൊ ഈ 1.5 1.6 1.65 ഒക്കെ ഇതിന്റെ ഇടയിൽ കിടക്കുന്നതാണ്. ഇതിനെ എങ്ങനെ ഫ്രാക്ഷൻ ആയിട്ട് എഴുതാ? 15/10 അല്ലെ. ഇപ്പൊ ഫ്രാക്ഷൻ കിട്ടി. ഒരു ഫ്രാക്ഷൻ കിട്ടി. 1.6 എന്താണ്? 16/10. 1.65 165/100 അല്ലെ. 2 ഡെസിമൽ പോയിന്റ് ഉള്ളതുകൊണ്ട് 100. ഇവിടെ 10. അപ്പൊ ഇത് 3 ഫ്രാക്ഷൻസ്. എത്ര ഫ്രാക്ഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഫ്രാക്ഷൻസ് ഒക്കെ എടുക്കാം. ഇതിന്റെ ഇടയിൽ ഇപ്പൊ എന്താ 1.61 ഉണ്ട്, 1.62 ഉണ്ട്. എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുത്തിട്ട് 3 ഫ്രാക്ഷൻ എടുത്ത് ചെയ്യാം. ഓക്കെ. ഒരു 3 ഫ്രാക്ഷൻസ് കൂടി നിങ്ങൾ കണ്ടുപിടിച്ച് നോക്ക്. പിന്നെ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ആണ്. ഓക്കെ. ഇതില് ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. 1 മീറ്റർ 1 മീറ്റർ. അപ്പൊ നമ്മൾ ഇത് ഹൈപ്പോട്ടന്യൂസ് ഒക്കെ അതർ സൈഡ് കണ്ടുപിടിക്കാൻ എന്താണ് പൈത്തഗോറസ് തിയറം ഉപയോഗിക്കുന്നത്. അതായത് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ചെയ്തു. അപ്പൊ എന്ത് കിട്ടി? 2 അല്ലെ. √1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടി? ഈ സൈഡ് ഇത് ഞാൻ ഇനി പറയുന്നില്ല. അപ്പൊ √2 എന്ന് പറഞ്ഞ സൈഡ് കിട്ടി. ഓക്കെ. ഇനി പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ എങ്ങനെ കണ്ടുപിടിക്കാം? പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ 1 പ്ലസ് നിങ്ങൾ അങ്ങനെ ചെയ്തോണ്ടിരുന്നത് 1 പ്ലസ് 1 പ്ലസ് √2. ഓക്കെ. അപ്പൊ ഇതിന്റെ എക്സാക്ട് വാല്യൂ കിട്ടണം.
സാധാരണ നമ്മൾ 1+3+5 ഒക്കെ വരുമ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്നു. ഇവിടെ ഇപ്പൊ √2 വന്നേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ എങ്ങനെ ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കുക? 1+1 നമുക്കറിയാം, എന്ത് 2, 2 + √2. ഓക്കെ, 2 + √2. ഇനി √2ന്റെ വാല്യൂ നമുക്ക് അറിഞ്ഞൂടെ എത്രയാണ്? 1.41. 1.41 എടുക്കാം, അല്ലെങ്കിൽ 1.4 എടുത്താലും കുഴപ്പമില്ല. അപ്പൊ 2 + 1.41 എടുത്തു. എത്ര കിട്ടി? 3.41 ആണ് ഇതിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ? √2ന്റെ വാല്യൂ കൊടുക്കുന്നു, പെരിമീറ്റർ കണ്ടുപിടിച്ചു. ഇവിടെ √2 കിട്ടിയല്ലോ. ഇനി ഞാൻ അത് ഒന്നും കൂടി ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുകയാണ്. ജസ്റ്റ് ഇവിടെ വരയ്ക്കാം. ഇവിടെ എത്രയായിരുന്നു കിട്ടിയ? √2 കിട്ടി. ഓക്കെ, √2 കിട്ടി. ഇവിടെ 1 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് എന്ത് ചെയ്യണം? ഈ സൈഡ് കണ്ടുപിടിക്കണം. ഈ സൈഡ് കണ്ടുപിടിച്ചിട്ട് വീണ്ടും പൈത്തഗോറസ് തിയറം ഉപയോഗിക്കുക. അപ്പൊ എന്ത് വരും? √2² + 1. √2² + 1 എന്ന് പറയുമ്പോൾ √2² എന്തായിരിക്കും? √2² എന്താണ്? √2 × √2, അതായത് √4 വരും. √4 പെർഫെക്റ്റ് അല്ലേ? 2. അല്ലെങ്കിൽ ഞാൻ ആലോചിച്ചാൽ മതി, റൂട്ടും സ്ക്വയറും വന്നു കഴിഞ്ഞാൽ അതെന്തായിരിക്കും? ഓട്ടോമാറ്റിക്കലി 2 എന്നായിരിക്കും. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാം. അപ്പൊ √2² എന്ന് പറഞ്ഞാൽ 2 എന്ന് പറഞ്ഞു കിട്ടി. അപ്പം 2 + പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. അപ്പൊ 2 + 1 3. അപ്പൊ 3 എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ആണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് വേണ്ടത് എന്താണ്? ഹൈപ്പോട്ടന്യൂസ് ആണ് വേണ്ടത്. അപ്പൊ എന്തായിരിക്കും? √3 ആണ് ഇവിടെ വരിക. ഓക്കെ, ഇത് ചെയ്ത് നോക്കിയാൽ √2 ഇവിടെ √3 കിട്ടി. ഇനി ഇതിന്റെ പെരിമീറ്റർ, ഈ പുതിയ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എത്രയായിരിക്കും? ഇതിന്റെ പെരിമീറ്റർ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. എത്രയായിരുന്നു? 2 + √2, അതായത് 2 + 1.41 = 3.4. ഇനി പുതിയതിന്റെ എത്രയായിരിക്കും? √2 + അല്ലെ, 3 ആഡ് ചെയ്യാം. √2 + 1 + √3. √2 + 1 + √3. അപ്പൊ ഇവിടെ √2ന്റെ വാല്യൂ നമുക്ക് അറിഞ്ഞൂടെ? അത് അപ്ലൈ ചെയ്യാം. ഓക്കെ, √2ന്റെ വാല്യൂ എത്രയാണ്? 1.41 + 1 + 1.73. ഓക്കെ, ഇനി 1.41 1.73 ഒന്ന് ആഡ് ചെയ്ത് നോക്കിയേ. 1.41 + 1.73 ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. സെയിം ഫ്രാക്ഷൻസ് എടുക്കുക. ഇപ്പൊ നിങ്ങൾ 1.4 ആയിരുന്നു എടുക്കുന്നെങ്കിൽ ഇവിടെ എന്ത് ചെയ്താൽ മതിയായിരുന്നു? 1.7 എടുത്താൽ മതിയായിരുന്നു. ഇപ്പൊ ഞാൻ 2 ഡെസിമൽ പോയിന്റ് എടുത്തു. 1.41 എടുത്തു, ഇവിടെ 1.73 എടുത്തു. അപ്പം രണ്ടും ഇപ്പൊ 3 എടുക്കണമെങ്കിൽ ഇവിടെ 3 എടുക്കണേ, ഇവിടെ 3 എടുക്കുക. അപ്പൊ ആഡ് ചെയ്യാനൊക്കെ സുഖമായിരിക്കും. ഇപ്പൊ ഇവിടെ 1.41 എടുത്തു, 1.73 എടുത്തു. അപ്പൊ എത്ര വരും? 3.14. ഓക്കെ, 3.14. ഇത് രണ്ടും കൂടിയാണ് ആഡ് ചെയ്യുന്നത്. അപ്പൊ എന്ത് കിട്ടി? 3.14 പ്ലസ് ഈ 1നെ നമ്മൾ ആഡ് ചെയ്തിട്ടില്ല, അതിന് അതുപോലെ എഴുതി. നെക്സ്റ്റ് എന്ത് കിട്ടി? 4.14 ആണ് കിട്ടിയ വാല്യൂ. ഓക്കെ, അപ്പം പഴയ ട്രയാങ്കിളിന്റെ ഇതും പുതിയ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ 4.14 കിട്ടി. ഇനി ഈ √2 + √3 ഉണ്ടല്ലോ, ഈ √2 + √3 ഇതിനെ കൊണ്ടുപോയിട്ട് √5 എന്ന് എഴുതരുത്. ഇത് തെറ്റാണ്. ഞാൻ നേരത്തെ എന്തായിരുന്നു പറഞ്ഞേ? ഇപ്പൊ √2 × √3 വരികയായിരുന്നെങ്കിൽ കണ്ടോ, മൾട്ടിപ്ലിക്കേഷൻ വരികയാണെങ്കിൽ നമുക്ക് ഏറെ എഴുതാൻ പറ്റുമല്ലോ? 2 × 3 എടുത്തിട്ട് √6 എന്ന് എഴുതായിരുന്നു. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ വരികയാണെങ്കിൽ √2 × √3 വന്നാൽ √6 എഴുതാം. പക്ഷെ √2 + √3 വന്നു കഴിഞ്ഞാല് √5 എന്ന് എഴുതി വെക്കാൻ പാടില്ല. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? √2ന്റെ വാല്യൂ എഴുതുക പ്ലസ് √3ന്റെ വാല്യൂ എഴുതുക, രണ്ടും കൂടെ ആഡ് ചെയ്യുക. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഈ ആൻസർ തെറ്റും. ഫസ്റ്റ് ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് എത്ര കിട്ടിയത്? ജസ്റ്റ് ഒന്ന് റബ് ചെയ്ത് കാണുന്നതാണ്. ഫസ്റ്റത്തെ ഒന്നുകൂടെ എഴുതാം. 2 + √2 ആയിരുന്നു ഫസ്റ്റത്തെ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 2 + √2. സെക്കൻഡ് വണ്ണിന്റെ എത്രയായിരുന്നു? 1 + √2 + √3 ആയിരുന്നു. അതിന്റെ കറക്റ്റ് വാല്യൂസ് കിട്ടിയത് 1 + √2 3 ഇതെന്ന് കിട്ടിയത് 4.14ഉം ഇവിടെ എത്രയായിരുന്നു കിട്ടിയത്? നമുക്ക് 2 + 3.4 ആണ് കിട്ടിയത്. 3.41 ആണ് ഇവിടെ കിട്ടിയത്. ഇനി അവർ നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത്
ഹൗ മച്ച് മോർ ഇസ് ദ പെരിമീറ്റർ ഓഫ് ദിസ് ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളിന്റെ പെരിമീറ്ററിനേക്കാളും എത്ര കൂടുതലാണ് ഈ സെക്കൻഡ് വണ്ണിന്. അതായത് അപ്പം ഇത് എത്ര കൂടുതലാന്ന് പറയണെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഡിഫറൻസ് കണ്ടാൽ മതി അല്ലെ. ഇതിലെ വലുതിൽ നിന്ന് ഈ ചെറുതൊന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാല് ഈ സെക്കൻഡ് ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എത്ര കൂടുതലാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്താൽ മതി, സെക്കൻഡ് ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എത്രയാണ്, 4 അല്ലെ വേണ്ട, ജസ്റ്റ് ഇത് എടുക്കുക, 1 + 2 + √3 മൈനസ് പഴയതിന്റെ എത്രയാണ് 2 + √2. ഇതെന്തിനാ നമ്മൾ ചെയ്യുന്നത്, ഈ ട്രയാങ്കിളിന്റെ സെക്കൻഡ് ട്രയാങ്കിളിന്റെ നേരത്തെ വരച്ചല്ലോ, ആ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ ഇതിനേക്കാളും എത്ര ഈ പഴയ ട്രയാങ്കിളിനേക്കാളും എത്ര കൂടുതലാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് കറക്റ്റ് ഡയറക്റ്റ് ആയിട്ട് ഈ വാല്യൂ മൈനസ് ചെയ്താൽ മതി. 1 + 2 + √3 നമ്മൾ എത്ര കണ്ടുപിടിച്ചിരിക്കുന്നത്, 4.14 മൈനസ് ഇവിടെ എത്ര കണ്ടുപിടിച്ചത്, 3.41. 4.14 മൈനസ് 3, ഇത് ചെയ്ത് നോക്കൂടെ, 4.14 മൈനസ് 3.41 ചെയ്യാം. 3 ഇവിടെ വരും, 11 വരും, അത് ചെയ്യുമ്പോ 7 കിട്ടും ജസ്റ്റ്. അപ്പൊ എന്താണ് കിട്ടുക നമുക്ക്, 0.73 എന്ത് കിട്ടി, 0.73 കിട്ടി. ഇനി വേണ്ടവർക്ക് ഒരു ഡെസിമൽ പോയിന്റ് കൂടെ കൂട്ടിയെടുക്കാം. അതായത് 4.146, 3 ഡെസിമൽ പോയിന്റ് എടുത്ത് ഒന്ന് ചെയ്ത് നോക്ക് കേട്ടോ. 4.146 മൈനസ് 3.414 ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ത് കിട്ടും നിങ്ങൾക്ക്, ഇതൊന്ന് ചെയ്ത് നോക്കുക. ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ 0.732. ഓക്കെ, അപ്പൊ എത്ര ഡെസിമൽ അവർ എത്രയാണ് ചോദിച്ചിരിക്കുന്നത്, എക്സാമിന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത്ര ഡെസിമൽ. ഇപ്പൊ 2 ഡെസിമൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇത്ര എടുത്താൽ മതി, 3 എന്ന് പറഞ്ഞാൽ ഈ വാല്യൂസ് എടുത്തിട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് എന്താണ്, പേജ് നമ്പർ 52 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് എടുക്കുക. അതിനകത്ത് എന്താ പറഞ്ഞേ, ഹൈപ്പോട്ന്യൂസ് ഓഫ് എ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഈസ് 1.5 meters, another side is 1/2 meter. Calculate its perimeter, correct to a centimeter. അപ്പം ഈ ട്രയാങ്കിളിന്റെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ട്, അതിന്റെ ഹൈപ്പോട്ന്യൂസ് എന്ന് പറയുന്നത് 1.5 meters ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, 1/2 ഇതല്ലേ ഹൈപ്പോട്ന്യൂസ്, പെർപെൻഡിക്കുലറിന്റെ ഓപ്പോസിറ്റ്. 1.5 തന്നിട്ടുണ്ട്. അനദർ സൈഡ് ഈസ് 1/2 meter. അപ്പൊ നിങ്ങൾക്ക് ബേസോ ഓൾട്ടിറ്റ്യൂഡോ ഏതെങ്കിലും ഹാഫ് എടുക്കുക. ഓക്കെ, ഞാൻ ബേസ് എടുത്തു, 1/2 meter. അനദർ സൈഡിനെ പറഞ്ഞിട്ടുള്ളൂ, 1/2 meter എടുത്തു. കാൽക്കുലേറ്റ് ഇറ്റ്സ് പെരിമീറ്റർ, കറക്റ്റ് ടു എ സെന്റിമീറ്റർ. ഈ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഓക്കെ, പെരിമീറ്റർ കണ്ടുപിടിക്കുന്നത് എന്ത് വേണം, ഈ ഒരു സൈഡും കൂടി നമുക്ക് വേണം അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം, പൈത്തഗോറസ് തിയറം യൂസ് ചെയ്യുന്നു. പൈത്തഗോറസ് തിയറം യൂസ് ചെയ്യുമ്പോൾ എന്ത് വരും, ഹൈപ്പോട്ന്യൂസും തന്നിട്ടുണ്ട്, ബേസും തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ, ഓൾട്ടിറ്റ്യൂഡ്. അപ്പൊ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടത്, ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ മൈനസ് ബേസ്. ഓക്കെ, ഇതില് ഹൈപ്പോട്ന്യൂസ് എന്ന് പറയുന്നത് 1.5 ഹോൾ സ്ക്വയർ മൈനസ് ബേസ് 1/2 സ്ക്വയർ ഇസ് ഈക്വൽ ടു ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഇനി 1/2 സ്ക്വയർ വരുമ്പോൾ എന്ത് വരും, 1/2 എന്താണ്, 1 + 1/2 ദാറ്റ് ഇസ് ഈക്വൽ ടു 2 + 3/2 അല്ലെ. അപ്പൊ 3/2 ഹോൾ സ്ക്വയർ മൈനസ് 1/2 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. 3/2 ഹോൾ സ്ക്വയർ. 3/2 ഹോൾ സ്ക്വയറിനെ നമുക്ക് എങ്ങനെ ബ്രാക്കറ്റ് എങ്ങനെ ഓപ്പൺ ചെയ്താല് വരിക, 3² ഇങ്ങനെ എഴുതിക്കൂടെ, അതിന് 3² ഈ സ്ക്വയർ രണ്ടാക്കുള്ളതാ. 3² രണ്ടാക്കം വേണം, 3² വേണം, 2² ഒന്നിന് മാത്രം ഇങ്ങനെ കൊണ്ട് എഴുതരുത്. ഓക്കെ, ഇത് തെറ്റാണ്. 3² 2² എഴുതണം. 3² 2² മൈനസ് 1² എന്ത് ചെയ്യണം, 2² ഇസ് ഈക്വൽ ടു ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. 3² എന്താ, 9/4 മൈനസ് 1/4 ഇസ് ഈക്വൽ ടു ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഇനി എന്ത് ചെയ്യണം, ഇതിന്റെ ഡിനോമിനേറ്റർ സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, 9 - 1/4 എന്ന് എഴുതാം. ദാറ്റ് ഇസ് ഈക്വൽ ടു ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് എഴുതാം. 9 - 1 എത്രയാണ്, 8/4 ഇസ് ഈക്വൽ ടു ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. 8/4 എന്താണ്, 2 ഇസ് ഈക്വൽ ടു ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ.
നമുക്ക് എന്താ കിട്ടേണ്ടത്? ഈ സൈഡാണ് കിട്ടേണ്ടത്. അത് ഓൾട്ടിറ്റ്യൂഡ് ഈ 2 കൊണ്ട് എഴുതാൻ പറ്റുമോ? ഈ 2 കൊണ്ട് എഴുതാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ്. അപ്പൊ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു √2 ആയിരിക്കും. അപ്പൊ ഈ സൈഡ് എന്ത് കിട്ടി? √2 കിട്ടി. ഇനി പെരിമീറ്റർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കേ. ഈ 1/2 എന്ന് പറയുന്നത് നമ്മൾ എത്ര കണ്ടുപിടിച്ചു? 3/2 അല്ലെ? 3/2 പ്ലസ് 1/2 പ്ലസ് √2. ഞാൻ കാണിച്ചു തരാം. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? 1/2 പ്ലസ് 1/2 പ്ലസ് √2. 1/2 നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. എത്രയായിരുന്നു? 3/2 പ്ലസ് 1/2 പ്ലസ് √2. 3/2 ഇവിടെ നോക്കിയ ഡിനോമിനേറ്റർ സെയിം ആ 2. അപ്പൊ എന്ത് എഴുതാം? 4/2 പ്ലസ് √2. 4/2 എന്താ? 2 പ്ലസ് √2. ഇനി 2 പ്ലസ് √2 പറയുമ്പോൾ √2ന്റെ വാല്യൂ അറിഞ്ഞൂടെ? 2 പ്ലസ് എത്രയായിരുന്നു √2ന്റെ വാല്യൂ? 1.41. ദാറ്റ് ഈസ് ഈക്വൽ ടു 3.41. ഇതിന്റെ പെരിമീറ്റർ കിട്ടി. ഓക്കെ. ഇനി പേജ് നമ്പർ 52 സെക്കൻഡ് ക്വസ്റ്റ്യൻ എടുക്കുക. ഓക്കെ. അതിലൊരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. അതിന് 2 സൈഡ്സ് തന്നിട്ടുണ്ട്. 2 മീറ്റർ 2 മീറ്റർ. ഇത് എത്ര ആയിരിക്കും? ഇത് മൊത്തത്തിൽ എത്രയായിരിക്കും? 2 മീറ്റർ അല്ലേ? നമ്മളൊരു ഇതിങ്ങനെ 2 ഹാഫ്സ് ആക്കുക ചെയ്തത്. കറക്റ്റ് 2 ഹാഫ് ആക്കുക ചെയ്തത്. അപ്പൊ ഇവിടെ 2 ആണെങ്കിൽ ഈ ഒരു സൈഡ് ഈ ഒരു ട്രയാങ്കിളിൽ ഇത്രയും ഭാഗം എത്രയായിരിക്കും? 1. ഇത്രയും ഒരു ഭാഗം എത്രയായിരിക്കും? 1 അല്ലെ? അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വാട്ട് ഇസ് ദ പെരിമീറ്റർ ഓഫ് എ പാർട്ട്. ഒന്നെങ്കിൽ 2 പാർട്ടും ഈക്വൽ ആ. അപ്പൊ ഏതെങ്കിലും ഒരു പാർട്ടിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാന്ന് പറഞ്ഞത്. ഈ ഒരു ട്രയാങ്കിളിനെ മാത്രം ഞാൻ എടുത്തു. ഓക്കെ. ഈ ഒരു ട്രയാങ്കിൾ മാത്രം ഇനി നോക്കിയാൽ മതി. ഇതിന് 2 സൈഡ് കിട്ടി. ഇതിന്റെ പെരിമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പൊ എന്താ? 2 സൈഡ് തന്നിട്ടുണ്ട്. ഈ സൈഡ് ഏതാണ്? ഹൈപ്പോട്ന്യൂസ്, ബേസ്, ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കാം. എങ്ങനെയാണ് ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കണത്? എന്താണ്? ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അപ്പൊ 2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ ഇസ് ഈക്വൽ ടു ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. 2 സ്ക്വയർ എത്രയാ? 4 മൈനസ് 1 ഇസ് ഈക്വൽ ടു ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. That is equal to 3 is equal to altitude square. അങ്ങനെയാണെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് എത്ര? ഇവിടെ എത്രയായിരിക്കും? ഓൾട്ടിറ്റ്യൂഡ് എത്രയായിരിക്കും? √3 ആയിരിക്കും അല്ലെ? അപ്പൊ ഈ സൈഡ് കിട്ടി √3. ഇനി പെരിമീറ്റർ കണ്ടുപിടിച്ചൂടെ? പെരിമീറ്റർ is equal to 2 plus √3 plus 1. അപ്പൊ ഫസ്റ്റ് ഇങ്ങനത്തത് നമ്മള് സാധാരണ നമ്പേഴ്സ് ഉണ്ടാവില്ല, റൂട്ടിൽ വരാത്ത നമ്പേഴ്സിനെ ആദ്യം ആഡ് ചെയ്യാം. 3 പ്ലസ് √3. ഓക്കെ. ഇതിനെ കൊണ്ടുപോയിട്ട് 3 പ്ലസ് 3 √6 എന്ന് കൊണ്ട് എഴുതരുത്. ഓക്കെ, അത് തെറ്റാണ്. ഞാൻ പറഞ്ഞു മൾട്ടിപ്ലിക്കേഷൻ അങ്ങനെ എഴുതാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. 3 പ്ലസ് √3. അപ്പൊ 3 പ്ലസ് √3യുടെ വാല്യൂ എത്രയാണ്? 1.73. 1.73 ഇതൊക്കെ അറിയില്ലേ മക്കളെ? 1.73 പ്ലസ് 3 പോയിന്റ് ഇങ്ങനെ ഇടുക, 2 zeros ഇട്ട് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? 4.73 സെന്റിമീറ്റർ. ഇതാണ് ഈ ഒരു ട്രയാങ്കിൾ പാർട്ടിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞത്. ഹൗ മച്ച് ലെസ് ദാൻ, ഇനി അതിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്ക്. ഹൗ മച്ച് ലെസ് ദാൻ ദ പെരിമീറ്റർ ഓഫ് ഹോൾ ട്രയാങ്കിൾ ഈസ് ദിസ്. അതായത് നമ്മൾ ഇപ്പൊ കണ്ട പെരിമീറ്റർ ഉണ്ടല്ലോ, ഇതെന്തായാലും നമുക്കറിയാം ഈ മൊത്തം ട്രയാങ്കിളിനേക്കാളും ചെറുതായിരിക്കും ഈ ഹാഫ് ട്രയാങ്കിളിന്റെ പെരിമീറ്റർ. അപ്പൊ അവര് പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ ഡിഫറൻസ് കാണാൻ, ഈ വലിയ ട്രയാങ്കിളിന്റെ പെരിമീറ്ററും ഈ ചെറിയ ട്രയാങ്കിളിന്റെ പെരിമീറ്ററിന്റെ ഡിഫറൻസ് കാണാൻ. അപ്പൊ നമുക്ക് മനസ്സിലാവും ഹൗ മച്ച് ലെസ് ദാൻ ദ പെരിമീറ്റർ ഓഫ് ഹോൾ ട്രയാങ്കിൾ. മൊത്തമുള്ള ട്രയാങ്കിളിനേക്കാളും എത്ര കുറവാണ് ഈ പെരിമീറ്റർ എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് ഈ മൊത്തത്തിലുള്ള ട്രയാങ്കിളിന്റെ പെരിമീറ്റർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ഇത് 2 meters ആയിരുന്നില്ലേ? അപ്പൊ ഇവിടെ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അപ്പൊ 2 meters 2 meters 2 meters ആയിരിക്കും. അപ്പൊ എത്രയായിരിക്കും പെരിമീറ്റർ വരിക? 2 plus 2 plus 2 that is equal to 6 സെന്റിമീറ്റർ ആണ് ഈ മൊത്തം ട്രയാങ്കിളിന്റെ പെരിമീറ്റർ. പുതിയതിന്റെ പെരിമീറ്റർ എത്രയായിരുന്നു? 2 plus 1 plus √3 അല്ലായിരുന്നു, അതായത് 3 plus √3. 3 plus √3 ആയിരുന്നു പുതിയതിന്റെ. 3 plus √3 എത്രയായിരുന്നു തന്നെ? 4.73 അല്ലായിരുന്നു വന്നത്. അവിടെ 3 plus √3 എന്ന് പറയുമ്പോൾ 3 plus 1.73. അപ്പം 4.73 ഇതാണ് വന്നത്. ഇനി ഇതിന്റെ ഡിഫറൻസ് കാണാം. ഏതാണ് വലുത്?
ഈ വലിയ ട്രയാങ്കിൾ അല്ലേ വലുത്, അപ്പം പെരിമീറ്റർ മൈനസ് ഡിഫറൻസ് ആണെങ്കിൽ 6 മൈനസ് 4.73 ചെറിയ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യണം 6.00 മൈനസ് 4.73 ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ചെയ്ത് നോക്കുക, ഇതൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, ഇവിടെ 10 കൊടുത്ത് ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോ എത്ര കിട്ടും? 1.27 എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കിട്ടും. ഇനി നെക്സ്റ്റ് പ്രോബ്ലം തേർഡ്, കാൽക്കുലേറ്റ് ദ പെരിമീറ്റർ ഓഫ് ദി ട്രയാങ്കിൾ ഷോൺ ബിലോ. രണ്ട് ആംഗിൾസ് തന്നിട്ടുണ്ട്, 30 ഡിഗ്രി 105 ഡിഗ്രി ഒരു സൈഡിൽ തന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് എന്ത് ചെയ്യണം? ഈ രണ്ട് സൈഡും പിടിച്ചാലല്ലേ പെരിമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റൂ. അപ്പൊ എന്ത് ചെയ്യണം? ഈ ഇവിടെ ആകെ ഒരു സൈഡേ തന്നിട്ടുള്ളൂ. അപ്പൊ പൈത്തഗോറസ് തിയറം ഉപയോഗിക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു സൈഡെങ്കിലും കിട്ടണം. അപ്പൊ രണ്ട് ആംഗിൾ തന്ന സ്ഥിതിക്ക് ഈ ഒരു ആംഗിൾ കൂടി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. 30 ഡിഗ്രി 105 ഡിഗ്രി. അപ്പം നമുക്കറിയാം ഒരു ട്രയാങ്കിളിന്റെ സമ്മ്, ഇന്റീരിയർ ആംഗിളിന്റെ സമ്മ് എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ 30 ഡിഗ്രി പ്ലസ് 105 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 135 കിട്ടും. എന്നിട്ട് ഈ സൈഡ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? 180യിൽ നിന്ന് ടോട്ടൽ സമ്മിൽ നിന്ന് 135 ഒന്ന് കുറയ്ക്കുക. അപ്പൊ എത്ര വരും? 570 എത്ര വരിക നമുക്ക് നോക്കട്ടെ. 5 കിട്ടും, അല്ല 45 ഡിഗ്രി കിട്ടും. 45 ഡിഗ്രി കിട്ടും. ഓക്കെ, ഇതിൽ 45 ഡിഗ്രി കിട്ടി. ഇവിടെ 30 ഡിഗ്രി 105 45 ഡിഗ്രി കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ട്രയാങ്കിളിനെ രണ്ട് ഹാഫ്സ് ആക്കി മാറ്റാണ്. അപ്പൊ എന്ത് ചെയ്യുന്നു? ഇവിടുന്ന് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. എന്നാലല്ലേ പൈത്തഗോറസ് തിയറം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്, നമ്മളോട് പറഞ്ഞിട്ടില്ല. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ പെർപെൻഡിക്കുലർ ഉള്ള ട്രയാങ്കിളിൽ മാത്രമേ നമുക്ക് പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു പെർപെൻഡിക്കുലർ നമുക്ക് വരച്ചു. അപ്പൊ ഇവിടെ 90 ഡിഗ്രി കിട്ടിയില്ലേ? ഇപ്പൊ ഇത് രണ്ട് ട്രയാങ്കിൾ ആയി മാറിയേ, രണ്ട് ട്രയാങ്കിൾ ആയിട്ട്. ഓക്കെ, അപ്പൊ ഇവിടെ എന്തായി മാറി? ഈ ആംഗിള് ഇവിടെ 90 ഡിഗ്രി വന്നു, ഇവിടെ 30 ഡിഗ്രി വന്നു. അങ്ങനെയാണെങ്കിൽ ഈ സൈഡ് എത്ര വരും? 90 30. ഇത് രണ്ട് ട്രയാങ്കിൾ ആയിട്ട് മാറിയില്ല. അപ്പൊ ഇവിടെ 90 30. അപ്പൊ ഇവിടെ എത്രയായിരിക്കും? ഈ ഒരു ട്രയാങ്കിളിനെ മാത്രം നോക്കിക്കേ, ഈ ഒരു ഹാഫിനെ മാത്രം. 90 പ്ലസ് 30 120 അല്ലെ? അപ്പം ഈ സൈഡ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ? ഈ ഒരു ട്രയാങ്കിൾ ഈ ആംഗിൾ കിട്ടണമെങ്കിൽ 180യിൽ നിന്ന് ടോട്ടൽ സമ്മിൽ നിന്ന് 120 കുറയ്ക്കുക. അപ്പൊ എത്ര കിട്ടി? 60 കിട്ടി. അപ്പൊ ഈ സൈഡ് എത്ര കിട്ടി? 60 ആണ് കിട്ടിയത്. മൊത്തം 105 ആയിരുന്നു. അതിപ്പോ നോക്കണ്ട, ഇത് നമ്മൾ രണ്ട് പാർട്സ് ആക്കി. അപ്പൊ ഇവിടെ 60 കിട്ടി, ഇവിടെ 90 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? ഈ സൈഡ് എത്ര കിട്ടി? ഇവിടെ 60 കിട്ടി. ഇനി ഇവിടെ നോക്കിയാൽ 90 45 90 പ്ലസ് 45 എന്ന് പറയുമ്പോ 135 വന്നു. ഇനി ഈ ആംഗിൾ കിട്ടണമെങ്കിൽ 180യിൽ നിന്ന് 135 കുറയ്ക്കുക. അപ്പൊ എത്ര കിട്ടി? നോക്കിയേ, 45 ഡിഗ്രി. അപ്പൊ ഇവിടെ എന്ത് കിട്ടി? 45 ഡിഗ്രി കിട്ടി. ഇവിടെ 2 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഇനി ഇപ്പൊ നോക്കിയേ, 90 45 45 30 90 60. നേരത്തെ നമ്മൾ പഠിച്ചില്ലേ, ഒരു ഇങ്ങനെ ആംഗിൾസ് വന്നു കഴിഞ്ഞാല് അതിനുള്ള റേഷ്യോ നമ്മൾ കാണാതെ പഠിച്ചു വെച്ചിട്ടുണ്ട് നേരത്തെ. അത് അപ്ലൈ ചെയ്തിട്ടാണ് ഇതിന്റെ സൈഡ്സ് നമ്മൾ കണ്ടുപിടിക്കാൻ പോണേ. 30:60:90 വന്നു കഴിഞ്ഞാല് എന്തായിരുന്നു ഇതിന്റെ ആംഗിൾ വരിക? 1:√3:2 അല്ലെ? 1:, ഫസ്റ്റ് ഈ ട്രയാംഗിൾ മാത്രം നോക്കാവേ. 1:√3:2. അപ്പൊ 90യുടെ ഇവിടെ നോക്കിയേ, ഓപ്പോസിറ്റ് 2 വന്നിട്ടുണ്ട്. അപ്പൊ 60യുടെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? ഇവിടെ എന്തായിരിക്കും? √3. കിട്ടിയോ? ഒരു സൈഡ് കിട്ടി. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ മൊത്തമുള്ള ട്രയാങ്കിളിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാനാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് രണ്ട് ഹാഫ് ആക്കി വെച്ചു, എന്നിട്ട് ഈ സൈഡ് കണ്ടുപിടിച്ചു. ഇനി ഈ ഒരു സൈഡിലൂടെ കണ്ടുപിടിച്ചാൽ ഈ സൈഡും കൂടെ കണ്ടുപിടിച്ചാൽ നമുക്ക് ഈ മൊത്തം ട്രയാങ്കിളിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാം. അപ്പൊ ഇത് നോക്കിയേ, ഇതെങ്ങനെ ഇരിക്കുന്നത്? 45 ഡിഗ്രി 45 90. അതെങ്ങനെ പഠിച്ചത് നമ്മള്? 1:1:√2 അല്ലേ പഠിച്ചത്? 1:1:√2. അപ്പൊ 45യുടെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? 1. 90യുടെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? √2 അല്ലെ? ഈ 45ന്റെ ഓപ്പോസിറ്റ് 1. ഇങ്ങനെയായിരിക്കും ഇതിൽ വരിക. ഓക്കെ, ഇനി നമുക്ക് പെരിമീറ്റർ കണ്ടുപിടിച്ചൂടെ? ഇപ്പൊ നോക്ക്,
ഇവിടെ √3 കിട്ടി, ഇവിടെ 1 കിട്ടി, ഇവിടെ √2 കിട്ടി, ഇവിടെ 2 കിട്ടി. ഇതിന്റെ മൊത്തമുള്ള നമുക്ക് സൈഡ്സ് കിട്ടി. ഇനി ഇതിന്റെ പെരിമീറ്റർ ആണെങ്കിൽ ഓരോന്നായിട്ട് നമ്മൾ ആഡ് ചെയ്താൽ മതി. ഫസ്റ്റ് എന്ത് ചെയ്യുന്നു, നമ്മള് √3 പ്ലസ് ഈ 1 ആഡ് ചെയ്യണ്ടേ, 1 പ്ലസ്, എന്നാലും നമുക്ക് ഈ മൊത്തം സൈഡ് കിട്ടുള്ളൂ. കണ്ടില്ലേ, ഈ ഒരു ഹാഫ് ആണ് √3, ഈ ഒരു ഹാഫ് ആണ് 1. അപ്പൊ √3 പ്ലസ് 1 പ്ലസ് √2 പ്ലസ് 2. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ √3നെ √2നെ ആഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ. പ്ലസ് വന്നു കഴിഞ്ഞാല് നമ്മള് എന്ത് ചെയ്യാൻ പാടില്ല, √3നെയും √2നെ ആഡ് ചെയ്യാൻ പാടില്ല. പക്ഷെ ഇവിടെ എങ്ങനെയായിരുന്നു വന്നതെന്ന് വിചാരിക്കാം, √3 ഇൻറ്റു √2. എന്നാലോ മൾട്ടിപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 3 ഇൻറ്റു 2 ചെയ്യുക, 6 എടുക്കുക, എന്നിട്ട് ഈ √2 എടുക്കുക. പക്ഷെ പ്ലസിന്റെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോ ഇതിവിടെ നിൽക്കട്ടെ, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുള്ളൂ. ഇനി √3 പ്ലസ് 1 പ്ലസ്, ഇതിന് നമുക്ക് പെരിമീറ്റർ കണ്ടുപിടിക്കാം. √3 ഫസ്റ്റ് എന്ത് ചെയ്യുന്നു, ഈ 1 പ്ലസ് 2നെ എടുക്കുന്നു. 1 പ്ലസ് 2 പ്ലസ് ഈ √3 പ്ലസ് √2 that is equal to 1 plus 2 എത്രയാ, 3 പ്ലസ് √3 പ്ലസ് √2, 3 പ്ലസ് √3യുടെ വാല്യൂ എത്രയാ, 1.73 പ്ലസ് 1.41 that is equal to എത്രയായിരിക്കും വരിക, 2.3 പ്ലസ് പ്ലസ് ചെയ്ത് നോക്കിയാൽ 1.73 പ്ലസ് 1.41 4 1 1 3.14 3.14 that is equal to 3 plus 3.14 എത്രയായിരിക്കും, plus 3.14 416. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, 6.14 ആണ് ഇതിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞത് കിട്ടി. ഓക്കെ, നേരത്തെ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ. 4th പ്രോബ്ലം ഉണ്ടല്ലോ, അത് അത്യാവശ്യം ലെങ്തി ഉള്ള പ്രോബ്ലം ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ 5th പ്രോബ്ലം നോക്കാം, പേജ് നമ്പർ 52 5th പ്രോബ്ലം. What is the hypotenuse of the right triangle with perpendicular sides √2 cm and √3 cm? How much larger than the hypotenuse is the sum of the perpendicular sides? Okay, ഇതിൽ എന്താ പറയുന്നത്, ഒരു ട്രയാങ്കിൾ ഉണ്ട്, അതിന്റെ രണ്ട് സൈഡ്സ് പെർപെൻഡിക്കുലർ സൈഡ്സ് √2ഉം √3 ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഹൈപ്പോട്ന്യൂസ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം ഫസ്റ്റ്. എന്നിട്ട് പിന്നെ എന്ത് നോക്കാനാണ് പറയുന്നത്, ഹൗ മച്ച് ലാർജർ ദാൻ ദ ഹൈപ്പോട്ന്യൂസ് ഇസ് എ സം ഓഫ് ദി പെർപെൻഡിക്കുലർ സൈഡ്സ്. അത് നമുക്കിപ്പോ രണ്ട് സൈഡ്സ് തന്നിട്ടുണ്ടല്ലോ, √2ഉം √3ഉം. ആ രണ്ട് സൈഡ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഹൈപ്പോട്ന്യൂസിനേക്കാളും എത്ര കൂടുതലാണ്, ഹൈപ്പോട്ന്യൂസ് എത്ര കൂടുതലാണ് ഈ രണ്ട് നമ്പേഴ്സിനേക്കാളും എന്നുള്ളതാണ് ഇതിൽ നോക്കേണ്ടത്. ഓക്കെ, ഫസ്റ്റ് ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വരയ്ക്കുന്നു. സൈഡ് √3 ഇവിടെ കൊടുക്കുന്നു, √2 കൊടുക്കുന്നു. ഹൈപ്പോട്ന്യൂസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു altitude square plus base square √2 square plus √3 square. നേരത്തെ പറഞ്ഞില്ലേ, ഇങ്ങനെ നമ്മൾ ഈ √2 √4 is equal to 2 ഇങ്ങനെ ഓരോന്ന് കണ്ടുപിടിക്കണ്ട. ഈ റൂട്ടും സ്ക്വയറും കണ്ട ജസ്റ്റ് എന്ത് ചെയ്തു, 2 എഴുതിക്കുക. ഇനി ഇങ്ങനെ ചെയ്തു പോയാൽ മതി എളുപ്പത്തിന്, അല്ലെ കുറച്ചൊരു സമയം പോകില്ലേ. പിന്നെ √3 സ്ക്വയർ വന്നു കഴിഞ്ഞാല് ജസ്റ്റ് എന്ത് ചെയ്യുന്നു, റൂട്ടും സ്ക്വയറും കണ്ടു കഴിഞ്ഞാൽ 3 എഴുതാം. അപ്പൊ ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ എന്ന് പറയുന്നത് എന്ത് കിട്ടി, 5 കിട്ടി. അപ്പൊ ഹൈപ്പോട്ന്യൂസ് എന്തായിരിക്കും, ഹൈപ്പോട്ന്യൂസ് ഈസ് ഈക്വൽ ടു √5. അപ്പൊ ഈ സൈഡ് എന്തായി, √5. അപ്പൊ നമ്മളോട് എന്തായിരുന്നു പറഞ്ഞ, ഹൈപ്പോട്ന്യൂസ് കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞിട്ട് ഈ രണ്ട് സൈഡ് രണ്ടും ആഡ് ചെയ്യാം. ഓക്കെ, ഈ √2 പ്ലസ് √3 എന്നിട്ട് എന്ത് ചെയ്യാനാ പറഞ്ഞത്, ഇവരെ രണ്ടാളെ ആഡ് ചെയ്തിട്ട് ഇപ്പൊ നമുക്ക് കിട്ടിയ ഈ ഹൈപ്പോട്ന്യൂസ് ഉണ്ടല്ലോ, ഇതുമായിട്ട് മൈനസ് ചെയ്യാം. മനസ്സിലായോ, ഈ ഹൈപ്പോട്ന്യൂസ് ആയിട്ട് ഇവരുടെ രണ്ടാളുടെ സം മൈനസ് ചെയ്യാം. അപ്പൊ എത്ര ഈ ഹൈപ്പോട്ന്യൂസ് എത്ര ഇവരെക്കാളും കൂടുതലാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത് ജസ്റ്റ് പ്ലസ് ചെയ്ത് നോക്കൂ. √2ന്റെ വാല്യൂ എത്രയാണ്,
1.41 പ്ലസ് 1.73 ചെയ്യുമ്പോ എത്ര കിട്ടും? 1.41 പ്ലസ് 1.73 3.14 3.14 റൂട്ട് 5 മൈനസ് എന്ത് ചെയ്യണം? 3.14 ചെയ്യണം. അപ്പൊ ഇത് നോക്കിയേ, റൂട്ട് 2 പ്ലസ് റൂട്ട് 3 ചെയ്തപ്പോ 3.14. റൂട്ട് 5 എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് അറിയില്ല ഇതിന്റെ വാല്യൂ അല്ലെ? കാൽക്കുലേറ്ററിൽ അടിച്ചാലേ ഇതിന്റെ കിട്ടുള്ളൂ. 2.23 ആണ്. ഞാനിപ്പോ അത് നോക്കി വെച്ചിട്ടുണ്ട്. അപ്പം ജസ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വാല്യൂസ് ഒന്നും തന്നിട്ടില്ലെങ്കിൽ ജസ്റ്റ് റൂട്ട് 2 പ്ലസ് റൂട്ട് 3 മൈനസ് റൂട്ട് 5 എന്ന് എഴുതി വെക്കുക. ഓക്കെ, എന്നിട്ട് 3.14 മൈനസ് റൂട്ട് 5 എന്ന് എഴുതി വെക്കുക. ഇപ്പൊ ഞാനിവിടെ വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ട്. റൂട്ട് 5 എന്ന് പറഞ്ഞാൽ 2.23 ആണ്. അപ്പൊ എന്ത് ചെയ്യുന്നു? ഇതിൽ ഇതല്ലേ വലുത്? 3.14 ഇതല്ലേ ചെറുത്? അപ്പൊ ഇവിടെ നിന്ന് മൈനസ് ചെയ്യുന്നു. എങ്ങനെ? റൂട്ട് 2 പ്ലസ് റൂട്ട് 3 മൈനസ് റൂട്ട് 5 ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 2 പ്ലസ് റൂട്ട് 3 3.14 മൈനസ് റൂട്ട് 5 എന്ന് പറഞ്ഞാൽ 2.23. ഇതൊന്ന് ചെയ്യാം. അപ്പൊ ഇതിന്റെ ഡിഫറൻസ് കിട്ടും. 3.14 മൈനസ് 2.23 ചെയ്യുമ്പോ 1 11 9 0.91. അപ്പൊ എന്തിട്ട് 0.91 ആണ്. അത്രയും കൂടുതലാണ് എന്ത്? ഈ രണ്ട് സൈഡിന്റെ സമ്മ് എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടനൂസിനേക്കാളും ഈ രണ്ട് സൈഡിന്റെ സമ്മ് 0.91 കൂടുതലാണ്. ഇത്രയാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. ഇനി എന്താണ് ഇതപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉണ്ടാവുള്ളൂ. ഇനി ബാക്കിയുള്ളതൊക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ അതിൽ ഇനി വരാൻ പോകുന്നത് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇനി എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒക്കെ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.